മക്കളെ, അഭിനവ് മിസ് ഹിയർ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമുക്കറിയാം അല്ലേ, മിസ്സിൻ്റെ സബ്ജക്റ്റ് ഏതാ? ബേസിക് സയൻസ് അല്ലേ. നമുക്ക് ബേസിക് സയൻസിൽ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നുള്ള നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ? യെസ്, എന്താ? ആഹാരത്തിലൂടെ ആരോഗ്യം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആഹാരത്തിലൂടെ ആരോഗ്യം, അല്ലെങ്കിൽ എന്താണ്? ഫുഡ് ഫോർ ഹെൽത്ത്. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒത്തിരി ന്യൂട്രിയൻസ്, ഒത്തിരി പോഷകങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പരിചയമുള്ളതുമായിട്ടുള്ള ഒരാളുണ്ട്. ആരായിരുന്നു? യെസ്, ആരായിരുന്നുടാ? നമ്മുടെ പ്രോട്ടീൻ അല്ലേ. ഈ പ്രോട്ടീൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഇത്ര അറിയാനുള്ള കാരണം? നിങ്ങൾക്കറിയാം, ഇപ്പം അധികം ആൾക്കാരും ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അല്ലേ. ആ ജിമ്മിൽ നിങ്ങൾ കേട്ടില്ലേ പ്രോട്ടീൻ പൗഡർ എടുക്കണം, പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതൊക്കെ? ആ പ്രോട്ടീൻ ആണോ നമ്മളിവിടെ പഠിക്കുന്നത്? നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ന്യൂട്രിയൻസ് ഉണ്ട്, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ്? പോഷകങ്ങളാണ് അല്ലേ. ഇതിൽ വൺ ഓഫ് ദി മെയിൻ അല്ലേ, ഇതിൽ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്കിപ്പോൾ പ്രോട്ടീനും കുറേ ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടും. എന്തിനാണ് നമ്മൾ ഈ പ്രോട്ടീൻ കഴിക്കുന്നത്? നമുക്ക് എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ് നമ്മളെ പ്രോട്ടീൻ നമ്മളെ ബോഡി ചെയ്യുന്നത്? യെസ്, എന്താണ്? ബോഡി ബിൽഡിംഗ് ആണ് അല്ലേ, ശരീര നിർമ്മിതിയാണ് അല്ലേ, ബോഡി ബിൽഡിംഗ് ആണ് അല്ലേ. ശരീര നിർമ്മിതിക്കും വളർച്ചക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ അല്ലേ. എന്താണ്? പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ് അല്ലേ. നമുക്ക് എന്താണിതാ നമ്മുടെ ഗ്രോത്തിന് അല്ലേ, വളർച്ചക്കും അതുപോലെ തന്നെ ബോഡി ബിൽഡ് ചെയ്യാനുള്ള ഒരു മെയിൻ ന്യൂട്രിയൻ്റ് ആണ് എന്ത്? നമ്മളെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനിയോ, പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. അതായത് നമ്മളെ മസിൽസ്, അതുപോലെ തന്നെ ഹെയർ അല്ലേ, സ്കിന്ന്, ഇതൊക്കെ നന്നായിട്ട് നിൽക്കണമെങ്കിൽ അല്ലേ നമുക്ക് എന്ത് വേണം? നല്ല സ്കിന്നും നല്ല ഹെയറും നല്ല മസിലൊക്കെ വേണ്ടേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആര് തന്നെ വേണം? പ്രോട്ടീൻ തന്നെ വേണം അല്ലേ. നമുക്ക് ഒത്തിരി പ്രോട്ടീൻ വേണോ? വേണ്ട അല്ലേ. ആവശ്യമായിട്ടുള്ള ഒരു അത്യാവശ്യമായ ഒരു ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇനി ഈ പ്രോട്ടീൻ നമ്മളെ ബോഡിയിലേക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ചത്തുപോവോ? എന്ത് പറ്റും? നമ്മൾ മരിച്ചു പോവോ? ഇല്ല. എന്താ പറ്റുക? നമുക്ക് വലിയ 2 രോഗങ്ങൾ വരാനുണ്ട് അല്ലേ. എന്താണ്? ഒന്നാമത്തെയാണ് ക്വാഷിയോക്കർ, രണ്ടാമത്തെയാണ് മരാസ്മസ് അല്ലേ. എന്താണ്? ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്. ഇതാണ് 2 പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ. പ്രോട്ടീനിൻ്റെ അപര്യാപ്തത രോഗം എന്നൊക്കെ പറയുന്നതാണ് 2 രോഗങ്ങളുണ്ട്. എന്താണ്? ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്. കണ്ടോടാ, ഇതാണ് നമ്മളെ ക്വാഷിയോക്കർ ബാധിച്ച കുട്ടി. കണ്ടാ, ശരീരമൊക്കെ മെലിഞ്ഞിരിക്കും, പക്ഷെ എന്താണ്? ഈ ഒരു വയറ് മാത്രം ഇങ്ങനെ മുന്നോട്ടേക്ക് തള്ളി നിൽക്കും. പിന്നെയോ, ഇതാണ് നമ്മളെ മരാസ്മസ്. കണ്ടോ, എന്താ മരാസ്മസ് വായിച്ച് ഈ കുഞ്ഞിനെ കണ്ടോടാ. എന്താ മക്കളെ, ഇത് മൊത്തത്തിലൊരു മെലിഞ്ഞ രൂപമാണ്. വയറൊന്നും തള്ളൂല. ഓക്കെ, നമുക്ക് 2 രോഗങ്ങളുണ്ട്. ഒന്ന് ക്വാഷിയോക്കർ, രണ്ടാമത്തെ എന്താണ്? മരാസ്മസ്. 2 രോഗങ്ങൾ കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഈ എന്തിനാണ് പ്രോട്ടീൻ അല്ലേ, എന്തിനാണ് പ്രോട്ടീൻ എന്നുള്ള കാര്യം പഠിച്ചു വെക്കണം. ബോഡി ബിൽഡിങ്ങിനും അതുപോലെ തന്നെ എന്താണ് നോക്കണം, നമ്മളെ ബോഡി ബിൽഡിങ്ങിനും ഗ്രോത്തിനുമാണ് അല്ലേ. എന്താണ്? വളർച്ചക്കും അതുപോലെ തന്നെ എന്താണ്? ശരീര നിർമ്മിതിക്കുമാണ് എന്ത്? പ്രോട്ടീൻ ഉള്ളത്. ഈ പ്രോട്ടീൻ എന്താണ് പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് അസുഖം വരും? 2 അസുഖങ്ങൾ വരാണ്ട്. ഒന്നാമത്തെയാണ് ക്വാഷിയോക്കർ, രണ്ടാമത്തെയാണ് എന്ത്? മരാസ്മസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ മക്കൾ എന്ത് ചെയ്യാം? അടുത്ത നമുക്ക് കുറേ ന്യൂട്രിയൻസ് ഉണ്ട് അല്ലേ. അടുത്ത ഏത് ന്യൂട്രിയൻസ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് പഠിക്കേണ്ടതെന്ന് മിസ്സിൻ്റെ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത പ്രാവശ്യം എന്തായിരിക്കും നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കേട്ടോ അതുപോലത്തെ വീഡിയോസ് മിസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മിസ് ഒരു കാര്യം കൂടി പറയട്ടെ, എൻ്റെ മക്കൾ ഇപ്പോൾ ഒട്ടും ലേറ്റ് അല്ല, നമ്മൾ 6ാം ക്ലാസ്സിലേക്ക് കടക്കുക അല്ലേ. നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ എജുപോർട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒട്ടും ലേറ്റ് അല്ല. നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾ എപ്പോഴും വന്നാലും നമുക്ക് ബേസ് തൊട്ടിട്ടേ പഠിച്ചു തുടങ്ങാം കേട്ടോ. അതായത് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, അടിപൊളി നോട്ട്സ് ഉണ്ട്. ഇപ്പം മിസ്സോടായിട്ടൊക്കെ നമുക്ക് ലൈവായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അടുത്തത് ഏത് ന്യൂട്രിയൻ്റാണ് വേണമെന്നുള്ളത് നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ സീ യു.